കോട്ടയത്ത് ബി.ജെ.പിയുടെ വോട്ടും നേടിയാണ് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിജയിച്ചതെന്നാണ് എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി കെ അനിൽകുമാറിന്റെ ആരോപണം. കഴിഞ്ഞ 15 വർഷമായി തിരുവഞ്ചൂർ കോട്ടയത്ത് വികസന പ്രവർത്തനങ്ങളൊന്നും നടത്തിയിട്ടില്ലെന്നും യു.ഡി.എഫിന് വലിയ മേൽക്കൈയുള്ള മണ്ഡലമല്ല കോട്ടയമെന്നും അനിൽകുമാർ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. കോട്ടയം എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ അനിൽകുമാറാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ആദ്യം തന്നെ ആശംസകൾ. എങ്ങനെയുണ്ട് പ്രാഥമികമായി പ്രചരണം തുടങ്ങിയിട്ട്? ഞങ്ങൾ കേരളമാകെ ഇടതുപക്ഷ ജനാധിപത്യത്തിന് വളരെ സജ്ജമാണ്. ഇന്നലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ കാത്തിരിക്കുന്ന പോലെ എല്ലാവരും തെരുവിലേക്ക് ഇറങ്ങി, വീടുകളിലേക്ക് പോയി. കോട്ടയത്തെ സംബന്ധിച്ചും വളരെ സജ്ജമായിട്ടാണ് നമ്മുടെ ഇലക്ഷൻ ക്യാമ്പയിൻ. വികസന സന്ദേശയാത്ര ജോസ് കെ മാണി ജയിച്ച കേരളമാകെയുള്ള 3 ജാഥകളുടെ ഭാഗമായി ജാഥ കോട്ടയത്ത് വലിയ വിജയമായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് വികസന സന്ദേശയാത്ര 4 ദിവസം കോട്ടയം മണ്ഡലത്തിൽ സഞ്ചരിച്ചു. നല്ല ഒരു അനുഭവമാണ് ഈ ഒരു മാസക്കാലം അതിൻ്റെ ഭാഗമായിട്ടുണ്ടായത്. എല്ലാ ബൂത്തുകളും സജ്ജമായിരിക്കുന്നു. എല്ലാ ബഹുജനങ്ങളും വികസനം വേണമെങ്കിൽ LDF വേണം. നിലവിലുള്ള സമാധാന ജീവിതം തുടരാൻ LDF വേണം. ക്ഷേമ നടപടികൾ അത് കൃത്യമായി ഉറപ്പുവരുത്താൻ LDF വേണം. ഇതൊക്കെ ആളുകൾക്ക് നല്ല ബുദ്ധിയാണ്. ഈ കോട്ടയം മണ്ഡലത്തെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ താങ്കൾ മത്സരിച്ചതാണ്. LDFിന് അനുകൂലമായൊരു തരംഗം ഉണ്ടായ തെരഞ്ഞെടുപ്പിലും സാമാന്യം ഒരു 18,000 വോട്ടുകൾക്കാണ്, മുകളിൽ വോട്ടുകൾക്കാണ് തോൽവി ഉണ്ടായത്. 2011 റജി സക്കറിയ മത്സരിക്കുമ്പോഴും തോൽവിയുടെ ആഘാതം കൂടുതലായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് മാറ്റമാണ് അതിൽ നിന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? അല്ല, കോട്ടയത്ത് UDF എന്ന് പറയുന്നത് വലിയ മേൽക്കൈയുള്ളൊരു കൂട്ടരല്ല. പക്ഷെ BJPയുടെ വോട്ട് തരം പോലെ ലഭ്യമാക്കിയാണ് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ കോട്ടയത്തെ MLA ആയി തീർന്നത്. അതിനു മുമ്പ് വെറും 700 വോട്ടിൻ്റെ വ്യത്യാസത്തിനാണ് LDF പരാജയപ്പെട്ടത്. ആ സ്ഥിതി ഇപ്പോഴും ശക്തമാണ്. കഴിഞ്ഞ 15 കൊല്ലം MLA ആയിട്ട് തുടരുന്നു. എന്തെങ്കിലും പ്രത്യേകമായി കോട്ടയത്ത് ചെയ്യാനുണ്ടായോ? വോട്ട് വരുന്നിടത്ത് വോട്ട് ജെട്ടിയില്ല, വോട്ട് ജെട്ടി ഉള്ളിടത്ത് വോട്ട് വരില്ല. KSRTC സ്റ്റാൻഡ് നോക്ക്, പ്രൈവറ്റ് സ്റ്റാൻഡ് നോക്ക്, കോട്ടയത്തെ വെളിമ്പുറം ബാക്കിയില്ലേ? കേരളത്തിന് ഉണ്ടായ മാറ്റം കോട്ടയത്തുണ്ടായിട്ടില്ല. അപ്പം മാറിയ കേരളം, മാറേണ്ടത് കോട്ടയം മാറുകയാണ്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു പ്രചരണം എങ്ങനെ പോകുന്നു എന്ന് ചോദിപ്പിച്ചു. ഒരു ജെൻസി വൈബിളുടെ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് അവരെ എങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? അതെ, കൊട്ടാരക്കര വരെ എത്തിയ IT വികസനം, കളമശ്ശേരി തൃപ്പൂണിത്തുറ വരെ എത്തിയ IT വികസനം. ഗ്യാപ്പ് കോട്ടയത്താണ്. അടുത്ത ഗവൺമെൻറ് ഗ്യാപ്പ് ഫില്ല് ചെയ്യും. അതിന് കോട്ടയത്ത് LDFന് ജനപ്രതിനിധി ഉണ്ടാവും. സന്ദർശനങ്ങളൊക്കെ എവിടെ വരെയായി? ആരെയൊക്കെ കണ്ടു? ഏതാണ്ട് ഒരുപിടി സന്ദർശനങ്ങൾ പൂർത്തിയായി. ഇന്നിപ്പോൾ ചിങ്ങവനത്ത് സഭാസ്ഥാനത്ത് വന്ന് തിരുമേനിയെ കാണാനുള്ളൊരു അവസരമുണ്ടായി. അദ്ദേഹത്തെ കണ്ടു. നേരത്തെ തന്നെ അറിയാവുന്ന ആളാണ്. അപ്പോൾ പ്രചരണ പ്രവർത്തനങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ അദ്ദേഹം 8:30 മണിക്ക് സമയം തന്നു. ഇവിടുന്ന് ആരംഭിച്ചിരുന്നു. നല്ല നിലയ്ക്ക് മുന്നോട്ട് പോകാനാവും. ഏതാണെങ്കിലും വലിയ പ്രതീക്ഷയിലാണ് അദ്ദേഹം ഉള്ളത്. ഇത്തവണ കോട്ടയം മാറും, വിജയിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷ തന്നെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. ശക്തമായ മത്സരമാണ് ഏതാണെങ്കിലും ഇത്തവണയും കോട്ടയത്തുള്ളത്. ക്യാമറമാൻ ശ്രീകുമാറിനൊപ്പം അജിത് ബാബു, ന്യൂസ് മലയാളം.